6 ചെടികളും നല്ല ഭംഗിയായിട്ട് മുളച്ചു വന്നു. 6 വിത്ത് അതിലിട്ടത്. നമുക്ക് ഇതൊന്ന് 3 എണ്ണത്തിനെ ഇതിലേക്ക് പറിച്ചിടാം കേട്ടോ. ഇതിലേക്ക് പറിച്ചിടാം. നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പയറുചെടി തൊടാണ്ട് ഇങ്ങനെ മണ്ണ് നീക്കി കൊടുക്കാം. കുറച്ചങ്ങനെ നനച്ച് കൊടുക്കാം. ഒരു മാസമായി ചെടി കണ്ടോ, പടരുന്നു കേട്ടോ. നമ്മുടെ ചെടി പടർന്നു. നമുക്ക് സീഡിയിലേക്ക് പകർത്തി കൊടുക്കാം. അപ്പം കണ്ട പടർന്ന് സീഡിയുമ്പോൾ വരും. പില്ലൂസ് കാവലിരിക്കുന്നുണ്ടോ, കിളി വരുന്നതിന് കാവലിരിക്കട്ടാ. പയറുചെടിക്ക് സ്വാഗതം. കണ്ടോ സീഡിമ വെച്ച പയറുണ്ടോ, ചുവപ്പ് പയറാണിത്. എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് നോക്കിയേ, ഇത് നമുക്ക് വിത്താക്കാം. ബാക്കിയൊക്കെ പൊട്ടിച്ചെടുക്കാം. കണ്ടോ തത്തമ്മ കൊത്തിന്ന് വന്നിട്ട് നോക്കടാ. കണ്ടോ ഒരിടത്തുമ്മ 3 എണ്ണം ഒക്കെ പൊട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇനി തത്തമ്മകൾ കൊണ്ടുപോകും. എത്ര പയറുണ്ടായി നിൽക്കണില്ലേ. അപ്പം ഇതുമാതിരി 10 പയർ നട്ടാൽ നമുക്ക് എന്നും ഇങ്ങനെ പെരികൾ പൊട്ടിച്ചെടുക്കാം. കണ്ടോ അത് വിത്ത് പയറായി. ഇത് 2 വിത്തിന് വെക്കാം. ഈ വിത്തിനെ കുഴിച്ചിടണം നമുക്ക്. പയർ വിത്തുകളൊക്കെ ഒന്നുകൂടി ഉണങ്ങിയതിനു ശേഷം ബോഡി കെയർ ആക്ടിവേറ്റ് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ആ വെള്ളത്തിൽ നമ്മൾ 8 മണിക്കൂർ മുക്കി വയ്ക്കും. അതിനുശേഷം നമ്മൾ ഇന്ന് നടും. നമുക്ക് യാതൊരു കീടബാധയും ഇല്ലാതെ നമ്മുടെ പയറുകളൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് വരും. ഓക്കെ കണ്ടോ, ഇനി നിറച്ചുണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പയർ വിത്തുകൾ സൂക്ഷിച്ചത്. അപ്പോൾ രാത്രി. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.